ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നാണെങ്കിൽ നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാം. നമുക്ക് ശകലം എണ്ണ ഒഴിക്കാം ചട്ടിയിലേക്ക്, മതിയായിരിക്കും. ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലിയാണ് ഇതോടെ ആഡ് ചെയ്യാം. നമുക്കിനി സവോള ആഡ് ചെയ്യാം. ഇത് 1 kg ചിക്കനാണ്, അപ്പോൾ അതിനാവശ്യമായ സവോള ആഡ് ചെയ്യാം. നമുക്ക് ശകലം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല നമുക്ക് ഇത്രയും ആഡ് ചെയ്യാം. നമുക്കിനി ശകലം ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. ഒരു ടൊമാറ്റോയാണ് ആഡ് ചെയ്യാം, അരച്ചതാണ്. നല്ലപോലെ എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഗരം മസാല ആഡ് ചെയ്യാം. 2 സ്പൂൺ ആഡ് ചെയ്യാം ഗരം മസാല. അതായിരിക്കും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാവേ. നമുക്കിനി അടച്ച് നല്ലപോലെ വേവിക്കാവേ. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, പതുക്കെ ചെറിയ തീയിൽ നിന്ന് വേവിച്ചാൽ മതി. ചിക്കനിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. നമുക്ക് പിന്നെ അടച്ചു വെക്കാവേ. ഇപ്പം നിറയെ ചാറുണ്ട്, ഇത്രയും ചാറ് നമുക്ക് ആവശ്യമുള്ളത് ഇത് പറ്റട്ടെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. എരിവിന് കുരുമുളക് പൊടിയെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ശകലം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു 5 മിനിറ്റ് കൂടെ നല്ലപോലെ അടച്ചു വെച്ചേക്കാം. അപ്പോൾ സെറ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗീ റൈസ് ഉണ്ടാക്കാവേ. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ പോണ റൈസാണ് ക്ലാസിക് ബസ്മതി റൈസ്. നമ്മൾ ഗീ റൈസിനുള്ള അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നല്ലപോലെ തുറന്നിട്ടുണ്ട്. ഇത്
നല്ല സണ്ണി ഡേ ആണിന്ന്. നല്ല രസമുണ്ട് ഇന്ന് പുറത്ത് നോക്കിയിട്ട്. നല്ലൊരു ക്ലൈമറ്റ്. നമുക്കിനി ഗീ റൈസ് ഉണ്ടാക്കാം. സവാളയൊക്കെ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. നമുക്കിനി കുറച്ച് ബേ ലീവ്സും കറുവാപ്പട്ട, ഗ്രാമ്പു അങ്ങനത്തെയൊക്കെ ഒത്തിയിടാം. എന്നിട്ട് നമുക്ക് ശകലം ക്യാരറ്റും കൂടെ അടിച്ചിട്ട് നല്ലപോലെ വഴറ്റാം. നമുക്കിനി റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നല്ലപോലെ വഴറ്റാം. റൈസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആകട്ടെ. ഒത്തിരി അങ്ങ് ഫ്രൈ ആകരുത്, ഒരു മീഡിയം ടൈപ്പ് ഫ്രൈ ആയാൽ മതിയാവും. ഇപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ചൂടുവെള്ളം ആഡ് ചെയ്യാവേ. ഇത് 1 kg റൈസാണ്, അപ്പം അതിനാവശ്യം പോലെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം, ചൂടുവെള്ളം. ഞാൻ ലെവലായിട്ടാണ് ഫുള്ള് വെള്ളം ഒഴിച്ചത്. എത്രയും റൈസ് ഉണ്ടോ അതിൻ്റെ നിരക്ക് വെള്ളം ഒഴിച്ചു. അതൊക്കെ നല്ലപോലെ ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, ഇളക്കി നോക്കണം റൈസ് എന്തോ ആയെന്ന്. ഇനി കുറച്ചും കൂടെ വേവാനുണ്ട് റൈസ്. ഒന്നും കൂടെ മൂടി വെക്കാവുന്നതാണ് നമുക്ക്. ഇപ്പോൾ റൈസ് കുറച്ച് ഏകദേശം ആയിട്ടുണ്ട്. അത്യാവശ്യം പരുവായിട്ടുണ്ട്. നമുക്കിനി ഒനിയൻ ഫ്രൈ ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. കാഷ്യൂ നട്ടും ആഡ് ചെയ്യാം. ശകലം ഗീയും കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ശകലം ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലപോലെ കവർ ചെയ്ത് വെക്കാം. ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് നല്ലപോലെ കവർ ചെയ്യാം. ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഗ്യാസ് ഓഫാക്കിയാൽ മതി. ഓഫാക്കിയിട്ട് ജസ്റ്റ് ആ ചൂടിലിരുന്ന് നല്ലപോലെ ഒന്നും കൂടെ സെറ്റാവും. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരും. ഇപ്പം ഗീയുടെയും ഒനിയൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.